السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد. റഹീഖുൽ ഖുർആനിന്റെ അഞ്ചാമത്തെ സെഷനിലെ 9ാമത്തെ ക്ലാസ്സിൽ സൂറത്തു തക്കാസുറാണ് നാം പഠിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് മക്കയിൽ വെച്ച് അവതീർണമായ അധ്യായമാണ് സൂറത്തു തക്കാസുർ. 8 ആയത്തുകളുള്ള ഈ അധ്യായം മുസ്ഹഫിൽ 102ാമത്തെ അധ്യായമായിക്കൊണ്ടാണുള്ളത്. ഭൗതികവും അതിലെ സുഖസൗകര്യങ്ങളും മാത്രം മുന്നിൽ കണ്ട് അതിനുവേണ്ടി മാത്രം അധ്വാനിക്കുന്ന മനുഷ്യരെ പരലോകമെന്ന യാഥാർത്ഥ്യത്തിന്റെ സംഭവ്യതയും വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം നഷ്ടബോധം ബോധ്യമാകുന്ന വൻ പരാജയത്തിന്റെ സന്ദർഭവും ഓർമ്മപ്പെടുത്തുകയാണ് ഈ അധ്യായത്തിൽ. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തേത് ബയാനു ഇൻശിഗാലിൻ നാസ് ബിമലദ്ദാത്തിൽ ഹയാത്ത് വ മുഗദ്ദിയാതിഹാ, അഥവാ ഭൗതികതയുടെ സുഖലോലുപതയിൽ അതിന്റെ സൗന്ദര്യത്തിൽ മുഴുകി അതിനുവേണ്ടി അശ്രദ്ധമാകുന്ന ജനങ്ങളുടെ അവസ്ഥകളെ സംബന്ധിച്ചും വൽ ഗഫ്ലതി ഹത്താ യഅതിൽ മൗത്ത്, മരണം വരേക്കും സത്യം തിരിച്ചറിയുവാനും റബ്ബിങ്കിലേക്ക് മടങ്ങാനും കഴിയാത്ത വിധം അശ്രദ്ധയിലായി ജീവിക്കുന്ന അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ചും അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമത്തേതായിക്കൊണ്ട് അൽ ഇൻദാർ ബിസ്സുആൽ അൻ ജമീഇൽ അഅ്മാൽ ഫിൽ ഖിയാമ, അന്ത്യനാളിൽ തങ്ങളുടെ പ്രവർത്തികൾ ഓരോന്നായി അല്ലാഹു സുബ്ഹാനഹു തആല ചോദ്യം ചെയ്യും എന്ന അതിശക്തമായ താക്കീത് അല്ലാഹു ഈ അധ്യായത്തിലൂടെ നൽകുന്നുണ്ട്. മൂന്നാമതായിക്കൊണ്ട് തഹ്ദീദ് ബിറുയത്തിൽ ജഹീം യഖീനൻ വമുജാബഹതു അഹ്വാലിൻ നാർ വസ്സുആൽ അൻ നഈമിദ് ദുനിയ, നരകമെന്ന ആ വലിയ ഭീമാകാരമായ വൻ ശിക്ഷയുടെ ലോകം അത് ജനമധ്യത്തിൽ നേരിട്ട് കാണിക്കപ്പെടുന്ന സന്ദർഭത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഭൗതിക ലോകത്ത് തങ്ങൾക്ക് നൽകപ്പെട്ട സകല സുഖ സൗകര്യങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന രംഗവുമെല്ലാം അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അതൊരു താക്കീത് എന്നോണം അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോണം ഈ അധ്യായത്തിൽ അല്ലാഹു നൽകുന്നുണ്ട്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കുക എന്ന കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അത്തകാസുറു, പരസ്പരം പെരുമ നടിക്കുക എന്നത്. ധനവും സന്താനങ്ങളും പോലെയുള്ള ഐഹിക സുഖ സൗകര്യങ്ങൾ എനിക്ക് മറ്റുള്ളവരെക്കാൾ അധികമുണ്ടെന്ന നാട്യത്തിനും അധികമുണ്ടായിരിക്കണമെന്നുള്ള മത്സര മനസ്ഥിതിക്കുമാണ് അത്തകാസുർ എന്ന് അറബിയിൽ പറയാറുള്ളത്. ഭൗതിക ലോകത്ത് എത്രയോ ആഡംബരമായി നമുക്ക് തോന്നുന്ന ഈ വക സുഖ സൗകര്യങ്ങൾ അത് കേവലം ഭൗതിക കളി തമാശകളാണെന്നും അതൊക്കെ തന്നെ ഒരു പരീക്ഷണം മാത്രമാണെന്നും വിശ്വാസികൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിൽ 20ാമത്തെ വചനത്തിലൂടെ ഉണർത്തുന്നുമുണ്ട്. യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, നിങ്ങൾ അറിയണം, ഭൗതിക ജീവിതം എന്നുള്ളത് കളിയും തമാശയും മാത്രമാണ്. അതേപോലെ തന്നെ സമ്പാദ്യത്തിന്റെയും സന്താനങ്ങളുടെയും വിഷയത്തിൽ നിങ്ങൾ പരസ്പരം പൊങ്ങച്ചം പറയലും നിങ്ങൾ പരസ്പരം പെരുമ നടിക്കലും ഒക്കെയാണ് ഈ ഭൗതിക ജീവിതം എന്നുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കമസലി ഗൈസിൻ അഅ്ജബൽ കുഫാറ നബാതുഹു, ഏതുപോലെ എന്നാൽ ഒരു മഴ പെയ്യുമ്പോൾ ഭൂമിയുടെ അകത്തളങ്ങളിൽ നിന്നും പുറത്തേക്ക് മുളച്ചു വരുന്ന ചെടി കണ്ട് ആ പച്ചപ്പും അതിന്റെ സൗന്ദര്യവും കണ്ട് കർഷകർ അന്താളിക്കുന്നത് പോലെ അതുപോലെയുള്ള ഒരു പച്ചപ്പ് മാത്രമാണ് അല്ലെങ്കിൽ താൽക്കാലികമുള്ള ഒരു ജീവിതം മാത്രമാണ് ഭൗതിക ലോകം എന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്നാണ്. അപ്പൊ ഭൗതികതയിൽ മുഴുകി അതിലെ സുഖ സൗകര്യങ്ങൾ പരസ്പരം പറഞ്ഞ് പെരുമ നടിക്കുകയും ശാശ്വതമായ പരലോകത്തെ നഷ്ടപ്പെടുത്തി താൽക്കാലിക സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി തിരക്കുകൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യരിലെ ഭൂരിഭാഗം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഭൗതികമാകാം, വേണ്ട എന്നല്ല, മറിച്ച് അതെല്ലാം പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റുമ്പോഴാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, അത് നമുക്ക് നഷ്ടമായി മാറുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇത്തരത്തിൽ അതിനു വേണ്ടി അല്ലെങ്കിൽ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടാനും ഒഴിഞ്ഞിരിക്കാനും സമയവും സമ്പത്തും ആരോഗ്യവും ഒക്കെ ചിലവഴിക്കാനും മനുഷ്യന്മാർ തയ്യാറാവുകയും എന്നാൽ പാരത്രിക വിഷയങ്ങൾക്ക് വേണ്ടി സമയമില്ലാത്ത അവസ്ഥയും തിരക്കും മറ്റുള്ള സകല കാര്യങ്ങളും മാറ്റിവെക്കാൻ തയ്യാറാകാത്തൊരു മാനസികാവസ്ഥയും ഉണ്ടാക്കിയെടുക്കുക എന്നത് മനുഷ്യരുടെ നഷ്ടമായി ഈ അധ്യായം നമ്മെ ഉണർത്തുന്നുണ്ട്. ആ രീതിയിൽ അതിലിങ്ങനെ വ്യാപൃതമായി ഭൗതിക ചിന്തകളിൽ വ്യാപൃതമായി
അതിലൊക്കെ പെരുമയും പൊങ്ങച്ചവും നടിച്ച് മനുഷ്യ സൃഷ്ടിപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും മനുഷ്യൻ അശ്രദ്ധയായിരിക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ പറയാണ് അലൈഹി സ്വലാത്തു വസ്സലാം, യഖൂലുൽ അബ്ദു മാലി മാലി, അടിമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത്, അല്ലെങ്കിൽ എന്റെ ജോലി എന്റെ ഭൗതിക തിരക്കുകൾ എന്നിങ്ങനെ മനുഷ്യൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വഇന്നമാ ലഹു മിൻ മാലിഹി സലാസ്, അവൻ മനസ്സിലാക്കണം അവന്റെ സമ്പാദ്യത്തിൽ നിന്നും 3 ഭാഗങ്ങൾ മാത്രമേ അവന് കിട്ടുന്നുള്ളൂ. ഏതൊക്കെയാണത്? മാ അകല ഫഅഫ്ന, അവൻ തിന്നു തീർത്ത കാര്യങ്ങൾ അഥവാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവ മാത്രമേ നമ്മുടേതായിട്ടുള്ളൂ. ഔ ലബിസ ഫഅബ്ല, വസ്ത്രമാകട്ടെ അത് ധരിച്ച് ഉപയോഗിച്ച് തീർത്തവ അത് മാത്രമേ അവന്റേതായിട്ടുള്ളൂ. മൂന്നാമത്തേത് ഔ തസദ്ദഖ ഫഖ്തന, അവൻ സ്വതക്ക കൊടുക്കുകയും തൃപ്തി അടയുകയും ചെയ്തവ. വമാ സിവാ ദാലിക, ഇതല്ലാത്ത ബാക്കി എല്ലാം തന്നെ ഫദാഹിബുൻ, അത് പോയി പോകുന്നതാണ്. വതാരിഖുഹു ലിന്നാസ്, അത് ജനങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യും. ഈ 3 മാത്രമേ അവന്റേതായിട്ടുള്ളൂ എന്നാണ്. അപ്പൊ ഇനിയും സമ്പാദിക്കണമെന്ന അതിയായ ആഗ്രഹം അത് മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതൊരു മനുഷ്യ പ്രകൃതമാണ്. അള്ളാഹു മനുഷ്യരിൽ നിശ്ചയിച്ച ഒരു പരീക്ഷണവുമാണ്. മനുഷ്യൻ എത്ര പ്രായമായാലും അവനിൽ നിന്നും നശിച്ചു പോകാത്ത ഈ വിശേഷണത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ പറയാണ്, യഹ്റുമു ബിൻ ആദം വതബഖ മിൻ ഹുസ്നതാൻ, ആദം സന്തതിക്ക് എത്ര പ്രായമായാലും അവൻ വാർദ്ധക്യത്തിലേക്ക് എത്തിയാലും അവനിൽ അവശേഷിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് അൽ ഹിർസ് അഥവാ അത്യാഗ്രഹമാണ്. രണ്ടാമത്തേത് വൽ അമൽ, പ്രതീക്ഷയാണ്. ഈ ഹിർസും അമലും അത്യാഗ്രഹവും പ്രതീക്ഷയും അവനിൽ അതേ രീതിയിൽ അവശേഷിക്കുമെന്നാണ്. എത്രയൊക്കെ സമ്പാദിച്ചാലും ആ സമ്പാദിച്ച സമ്പാദ്യം ഒന്ന് ആസ്വദിക്കാൻ പോലും സമയമില്ലാത്ത വിധം പിന്നെയും സമ്പാദിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്ന മനുഷ്യർ, പരസ്പരം പെരുമ നടിക്കാനും ജനമധ്യത്തിൽ പ്രശസ്തി ലഭിക്കാനും ഒക്കെ മനുഷ്യർ വളർത്തിക്കൊണ്ടുവരുന്ന ഈ സമ്പാദ്യം അവന് ആസ്വദിക്കാൻ കഴിയുന്നത് തന്റെ ശരീരം മറ്റുള്ള ആളുകൾ ശവകുടീരത്തിലേക്ക് ഏറ്റിക്കൊണ്ടുപോകുന്നത് വരെ മാത്രമാണ്. 2ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് അതാണ്, ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും. അഥവാ പരസ്പരം പെരുമ നടിക്കുക എന്ന കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അത് ഹത്താ, ഏതുവരെ? സുർതും, നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ, അൽ മഖാബിർ, ശവകുടീരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്ബറകൾ നിങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും നിങ്ങൾക്ക് ആ പെരുമ നടിക്കലിൽ വ്യാപൃതരാകാൻ സാധിക്കുകയുള്ളൂ. മരണമെന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എത്രയൊക്കെ സമ്പാദിച്ചവനാണെങ്കിലും എല്ലാം തന്നെ പരിപൂർണമായും കൈവെടിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിവാക്കി കൊടുത്ത് അതിനു മുന്നിൽ കീഴടങ്ങേണ്ടി വരും. പിന്നീട് അങ്ങോട്ട് അവന്റെ രക്ഷയും അവന്റെ കൂട്ടാളിയുമൊക്കെയായി അവന്റെ സഹായിയുമൊക്കെയായി മാറുന്നത് അവന്റെ കർമ്മങ്ങൾ മാത്രമായിരിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യത്ബഉൽ മയ്യിത സലാസത്തുൻ, ഒരു മയ്യിത്തിനെ 3 കാര്യങ്ങളാണ് അനുഗമിക്കുന്നത്. ഫയർജു ഇസ്നാൻ, അതിൽ 2 കാര്യവും പിന്നോട്ട് മടങ്ങിപ്പോരും. അവനെ മറമാടിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങളും അവനിൽ നിന്നും മടങ്ങിപ്പോരും. വയബ്ഖാ മഅഹു വാഹിദ്, അതിൽ 1 മാത്രം അവന്റെ അരികിൽ അവശേഷിക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു, അവന്റെ കുടുംബക്കാരും അതേപോലെ തന്നെ അവന്റെ സമ്പാദ്യവും അവന്റെ കർമ്മങ്ങളും അവന്റെ പിന്നാലെ പോകും. ഫയർജിഉ അഹ്ലുഹു വമാലുഹു, എന്നിട്ട് അവനെ ഖബറിൽ ആഴ്ത്തി മറമാടിക്കഴിഞ്ഞാൽ അവന്റെ കുടുംബവും അവന്റെ സമ്പാദ്യവും തിരികെ പോരും. വയബ്ഖാ അമലുഹു, പിന്നീട് അവന്റെ കൂടെ ഉണ്ടായിരിക്കുന്നത് അവന്റെ കർമ്മങ്ങൾ മാത്രമായിരിക്കും. അത് നന്മയാകട്ടെ തിന്മയാകട്ടെ അത് മാത്രമായിരിക്കും അവന്റെ അരികിൽ അവശേഷിക്കുക എന്നാണ്. താൻ ഇത്രയും കാലം ചെയ്തിരുന്നവയിൽ എന്താണ് നന്മയെന്നും എന്താണ് തിന്മയെന്നും ആ ദിവസം മുതൽ അവൻ തിരിച്ചറിയുന്നതായിരിക്കുമെന്നാണ്. അതാണ് ശേഷം അല്ലാഹു പറഞ്ഞത് 3-4 വചനങ്ങളിൽ, കല്ലാ സൗഫ തഅലമൂൻ, നിസ്സംശയം നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും. വീണ്ടും അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞു, സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിന്നെയും നിസ്സംശയം നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും. സുമ്മ, പിന്നെ, കല്ലാ, നിസ്സംശയം, സൗഫ, പിന്നീട് അല്ലെങ്കിൽ വഴിയെ, തഅലമൂൻ, നിങ്ങൾ അറിയുന്നതാണ്. മനുഷ്യന്റെ നഷ്ടബോധം വ്യക്തമാകുന്ന അതിഭയാനകരമായ രംഗമാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് വചനങ്ങളിലൂടെ മനുഷ്യന്റെ ശ്രദ്ധയിൽ ചിത്രീകരിക്കുന്നത്. പരലോകമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും നിന്നെ തെറ്റിച്ചു കളഞ്ഞ ഭൗതിക നേട്ടങ്ങൾ ഒന്നും യാതൊരു ഉപകാരവും നിനക്കുണ്ടാക്കി തരികയില്ല, അല്ലെങ്കിൽ തനിക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന തിരിച്ചറിവ് പിന്നീട് അവൻ ഉണ്ടായിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അത് ബോധ്യമാകുന്നതാണ്. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുന്നു, സൗഫ തഅലമൂന ആഖിബത അംരികും ഇദാ റജഅതും ഇലൽ ആഖിറ. പരലോകത്തേക്ക് നീ മടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ സകല കാര്യങ്ങളുടെയും പര്യവസാനം നിനക്ക് അതിമനോഹരമായി കാണാവുന്നതാണ്, നിനക്കറിയാൻ സാധിക്കുന്നതാണ്. എന്തായിരുന്നു ഞാൻ ചെയ്തിരുന്നത്, അതിന്റെ അനന്തരഫലം എന്താണ്. അഥവാ ഈ പെരുമ നടിക്കുക എന്ന സ്വഭാവം എനിക്ക് ഇന്നത്തേക്ക് വേണ്ടി ഒന്നും തന്നെ ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്ന സത്യം നിനക്ക് ബോധ്യമാകുന്നതാണ്. അതിനാൽ തന്നെ ഇത് അള്ളാഹുവിൽ നിന്നുള്ള അതിശക്തമായ താക്കീതായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു, ഹാദാ വഈദുൻ ബഅദ വഈദിൻ. അഥവാ ഈ രണ്ട് ആയത്തുകളും ഒരു താക്കീദിന് പുറമെ മറ്റൊരു താക്കീത് എന്ന നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് എന്നാണ്. അതിനുശേഷം അല്ലാഹു അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നു, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. നിസ്സംശയം നിങ്ങൾ ദൃഢമായ അറിവ് അതറിയുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കല്ലാ നിസ്സംശയം, ലൗ തഅലമൂന നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ, ഇൽമൽ യഖീൻ ആ ദൃഢമായ അറിവ് അഥവാ സത്യമായ അറിവ് ഈ ഭൗതിക ലോകത്തെ വെച്ച് തന്നെ അവൻ അറിയുമായിരുന്നെങ്കിൽ, മനുഷ്യനുണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ്. സത്യമായും സംഭവിക്കാനിരിക്കുന്ന ശരിയായ ഒരു കാര്യത്തിന്റെ അറിവിനെയാണ് ഇൽമുൽ യഖീൻ എന്ന് വിളിക്കുന്നത്. പരലോകത്തെക്കുറിച്ചും മനുഷ്യന്റെ ഭാവി ജീവിതത്തെക്കുറിച്ചും അള്ളാഹുവും റസൂലും അറിയിച്ചു തന്നതായ ദൃഢമായും സംഭവിക്കാനിരിക്കുന്ന യഥാർത്ഥ വിജ്ഞാനങ്ങളെയാണ് ഇൽമുൽ യഖീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഹഖൻ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലഅറഫ്തും അന്നകും ഫീ ളലാലിൻ. ശരിയായ രീതിയിൽ നിങ്ങൾ ഇൽമുൽ യഖീൻ അഥവാ ഈ സംഭവിക്കാനിരിക്കുന്ന യഥാർത്ഥ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ്. വലാകിന്നകും ലാ തഅലമൂൻ. എന്നാൽ നിങ്ങൾ അത് അറിയുന്നില്ല. ഇൽമുൽ യഖീൻ നിങ്ങൾ അറിയുന്നില്ല. ശരിയായ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുമില്ല. കാരണം ലിഅന്നകും ഗാഫിലൂന ലാഹൂന ഫീ ഹാദിഹിൽ ഹയാത്തിദ് ദുനിയ. ഈ ഭൗതിക ജീവിതത്തിൽ അശ്രദ്ധരും യാഥാർത്ഥ്യങ്ങളോട് വിമുഖത കാണിക്കുന്നവരുമായി കൊണ്ടാണ് നിങ്ങൾ കഴിച്ചു കൂട്ടിയത്. വലൗ അലിംതും ഇൽമൽ യഖീൻ ലഅറഫ്തും അന്നകും ഫീ ളലാലിൻ വഫീ ഖതഇൻ അലീം. ആ ഇൽമുൽ യഖീൻ സത്യമായി സംഭവിക്കാനിരിക്കുന്ന ആ കാര്യങ്ങളെ കുറിച്ചുള്ള ബോധവും അറിവും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാമായിരുന്നു, ഞങ്ങൾ തെറ്റിലാണല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമായിരുന്നു എന്നാണ്. എന്നാൽ ഈ വിജ്ഞാനങ്ങളിലേക്ക് യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ തീർത്തും ഭൗതികനായി ജീവിതം നശിപ്പിച്ചു കളയുന്ന ഓരോ മനുഷ്യരും പരലോകത്ത് നരകമാകുന്ന അതിഘോരമായ കഠിനമായ ശിക്ഷ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ലതറവുന്നൽ ജഹീം. ജ്വലിക്കുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യുമെന്നാണ്. ലതറവുന്ന നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അൽ ജഹീമ കത്തിജ്വലിക്കുന്ന നരകത്തെ. ഏഴാമത്തെ വചനത്തിൽ പറയുന്നു, സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ. പിന്നെ തീർച്ചയായും നിങ്ങൾ അതിനെ ദൃഢമായും കണ്ണാൽ കാണുക തന്നെ ചെയ്യും. സുമ്മ പിന്നീട് ലതറവുന്നഹ തീർച്ചയായും നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ കണ്ണാൽ കാണും, അല്ലെങ്കിൽ ദൃഢമായും നിങ്ങൾ അതിനെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്നതാണ് എന്നാണ്. അഥവാ ആ നരകത്തെ നിഷേധിച്ചവരും അതിനെ കളവാക്കിയവരും അടങ്ങുന്ന സകല മനുഷ്യരും അതിന്റെ മുന്നിൽ ഒരുമിച്ച് കൂടുമ്പോൾ തങ്ങൾ നിഷേധിച്ചതും കളവാക്കിയതും യാഥാർത്ഥ്യമായിരുന്നു എന്ന് അവർക്കോരോരുത്തർക്കും ബോധ്യപ്പെടുമെന്നാണ്. ഒരു കാര്യം നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിനെയാണ് ഐനുൽ യഖീൻ എന്ന് വിളിക്കുന്നത്. ഒഴിഞ്ഞുമാറാനും ന്യായീകരണങ്ങൾ നടത്തി കറുപ്പിനെ വെളുപ്പിക്കാനും രാവിനെ പകലാക്കാനും ഒരാൾക്കും അന്ന് സാധിക്കുകയില്ല. ആർക്കും അതിന് അവസരവും ഉണ്ടായിരിക്കുകയില്ല. ഇഹലോകത്ത് വെച്ച് തങ്ങൾക്ക് നൽകപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓരോന്നായി വിശദമായി ചോദ്യം ചെയ്യപ്പെടും. അവസാന വചനത്തിൽ അല്ലാഹു പറയുന്നു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പിന്നീട് ആ ദിവസത്തിൽ
സുഖാനുഭവങ്ങളെ കുറിച്ച് തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സുമ്മ പിന്നീട് ലതുസ്അലുന്ന നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. യൗമഇദിൻ അന്നേ ദിവസം അനിൻ നഈം സുഖാനുഭവങ്ങളെ കുറിച്ച്, നിഅമത്തുകളെ കുറിച്ച്, എന്തെല്ലാം നിഅമത്തുകൾ നൽകപ്പെട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ചെല്ലാം അന്നേ ദിവസം ചോദ്യം ചെയ്യപ്പെടുന്നതായിരിക്കും. അഥവാ ഈ ലോകത്തെ എത്ര നിസ്സാരമായ അനുഗ്രഹമാണെങ്കിലും ആ അനുഗ്രഹങ്ങളെ കുറിച്ചും അല്ലാഹു ചോദിക്കുമെന്നാണ് വളരെ കൃത്യവും വ്യക്തവുമായി റബ്ബിന്റെ മുന്നിൽ നാം ആ കാര്യങ്ങളെ കുറിച്ച് അറിയിച്ചു കൊടുക്കേണ്ടി വരും, ബോധ്യപ്പെടുത്തേണ്ടി വരും. അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഒരു അടിമയുടെ കാൽപാദങ്ങൾ ചില കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. അവൻ ചോദ്യം ചെയ്യപ്പെടും. ഹത്താ യുസ്അല അൻ ഉംരിഹി, അവന്റെ ആയുസ്സിനെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടും. ഫീമാ അഫ്നാഹു, അത് എന്തിനു വേണ്ടിയാണ് അവൻ ചിലവഴിച്ചത്. വഅൻ ഇൽമിഹി, അവന്റെ അറിവിനെ കുറിച്ച് ചോദിക്കും. ഫീമ ഫഅല ബി, അവന്റെ ആ വിജ്ഞാനം കൊണ്ട് അവൻ എന്ത് ചെയ്തു എന്ന് അല്ലാഹു അവനോട് ചോദിക്കും. വഅൻ മാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബഹു, അത് എവിടെ നിന്ന് സമ്പാദിച്ചു എന്നും. വഫീമ അൻഫഖഹു, അത് എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്നും അവനോട് അല്ലാഹു ചോദിക്കുന്നതായിരിക്കും. വഅൻ ജിസ്മിഹി, അവന്റെ ശരീരത്തെ കുറിച്ചും അല്ലാഹു ചോദിക്കും. ഫീമ അബ്ലാഹു, എന്ത് കാര്യത്തിനാണ് അത് നശിപ്പിച്ചു കളഞ്ഞത് എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാം അല്ലാഹു അനുവദിച്ച മാർഗേണയാണ് നാം ചിലവഴിക്കുന്നത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നില്ല എന്നും ഹറാമുകളിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ പൂർവികന്മാരെ കുറിച്ചും അവർ അനുഭവിച്ച സുഖ സൗകര്യങ്ങളെ കുറിച്ചും നമ്മൾ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങളെ കുറിച്ചുമൊക്കെ ഒന്ന് താരതമ്യം ചെയ്യുകയും ജീവിതം എപ്പോഴും റബ്ബിന്റെ കൽപ്പനകൾക്ക് അനുസൃതമാണെന്ന് ഉറപ്പുവരുത്താനും നാം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഒരിക്കൽ വിശപ്പിന്റെ കാഠിന്യം സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമാ അബുൽ ഹൈസം അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. വിശപ്പ് താങ്ങാൻ കഴിയാതെ ഈ മൂന്ന് പേരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്ന രംഗമായിരുന്നു. അപ്പോഴാണ് അബുൽ ഹൈസം അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഇവരെ മൂന്ന് പേരെയും വിളിച്ചു കൊണ്ടുപോകുന്നത്. നിങ്ങൾ നോക്കിയേ, പരലോകത്ത് സ്വർഗമുണ്ട് എന്ന് ഉറപ്പ് പറഞ്ഞ മൂന്ന് ആളുകളാണ്. ആ മൂന്ന് വ്യക്തികളാണ് ഈ ഭൗതിക ലോകത്ത് വിശപ്പ് താങ്ങാൻ കഴിയാതെ സങ്കടപ്പെട്ട് നടക്കുന്നത്. അങ്ങനെയുള്ള ഈ മൂന്ന് പേരെയും അബുൽ ഹൈസം അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് ക്ഷണിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് അവർ ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്ന വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിനോടും ഉമറിനോടുമായി കൊണ്ട് പറയുന്നുണ്ട്, ഹാദാ മിനൻ നഈമില്ലദീ തുസ്അലൂന അൻഹു, ഈ നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ചും പരലോകത്ത് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന്. അപ്പോൾ എത്ര നിസ്സാരമായ അനുഗ്രഹമാണെങ്കിൽ പോലും അതിനെക്കുറിച്ചെല്ലാം പരലോകത്ത് ചോദ്യമുണ്ടായിരിക്കും. അതെല്ലാം എങ്ങനെ നാം ചിലവഴിച്ചു എന്ന് റബ്ബിനോട് നമ്മൾ കണക്ക് പറയേണ്ടി വരുമെന്നാണ്. ആധുനിക കാലഘട്ടത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും അനുഗ്രഹങ്ങൾ ദിനം പ്രതി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നാം റബ്ബിന്റെ കോടതിയിലെത്തിയാൽ മുൻ തലമുറകളിൽ ജീവിച്ച് മരണപ്പെട്ടു പോയവരെക്കാൾ അധികം വിചാരണക്ക് നാം വിധേയരാകേണ്ടി വരും എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ നമുക്ക് നൽകപ്പെട്ട ഓരോ അനുഗ്രഹവും റബ്ബിന്റെ മാർഗത്തിൽ അവൻ അനുവദിച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പരിശ്രമിക്കേണ്ടതുണ്ട്. നൽകപ്പെട്ട അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുന്നവരായി നാം ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്ത് വിചാരണ എളുപ്പം നിർവഹിക്കപ്പെടുന്ന ശരിയായ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.